ഇലുമിനാറ്റി എന്ന വാക്ക് കേരളത്തിൽ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. എന്താണ് ഈ ഇലുമിനാറ്റി എന്ന ചർച്ചയും ഇതോടൊപ്പം സജീവമായി കഴിഞ്ഞു. എന്താണ് ഈ ഇലുമിനാറ്റി? ആരാണ് ഇലുമിനാറ്റികൾ? ഇതും വിശ്വാസങ്ങളുമായി എന്താണ് ബന്ധം? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു പാട്ടുയർത്തിവിട്ട ആവേശമാണിപ്പോൾ ഇലുമിനാറ്റി വിവാദത്തിൽ എത്തിനിൽക്കുന്നത്. ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോഴും ആവേശത്തിലെ പാട്ടും വലിയ തരത്തിൽ തന്നെയാണ് ഈ വാക്കിനെ വൈറലാക്കിയത്. അത് പല അർത്ഥങ്ങളിലും ചർച്ചകൾ നടന്നു. ഇപ്പോഴിതാ എമ്പുരാൻ എത്തുന്നതോടെ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഇലുമിനാറ്റികൾ. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ എമ്പുരാന്റെ ടീസറിൽ നാം കണ്ടത് തീർത്തും അമ്പരപ്പിക്കുന്ന ഷോട്ടുകളും രംഗങ്ങളുമാണ്. കാരണം ടീസറിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലുള്ള ചില പാറ്റേൺസും ലോഗോയും സിംബൽസും കാണാം. പ്രധാനമായും ലാലേട്ടന്റെ വിരലിലെ മോതിരത്തിൽ പോലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. പൃഥ്വിരാജ് ഇലുമിനാറ്റിയാണോ? സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ അബ്രാം ഖുറേഷിയായി മാറിയെന്നതാകും ഈ ചിത്രത്തിൽ പറയുന്നത്. മാത്രമല്ല, ചിത്രത്തിലൂടെ ഇലുമിനാറ്റി അടക്കമുള്ള നിഗൂഢതകളുടെ ചുരുളഴിയുന്നതും ഈ ഭാഗത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ദിസ് ഡീൽ വിത്ത് എ ഡെവിൽ എന്നാണ് ടീസറിൽ പറയുന്നത്. ഇതും ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. നോർത്തേൺ ഇറാഖിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ടീസർ ആരംഭിക്കുന്നത്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണെന്ന മോഹൻലാലിന്റെ ഡയലോഗും ടീസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ലൂസിഫറിന് ഇന്ദ്രജിത്ത് സുകുമാരൻ നൽകിയ ആമുഖം എമ്പുരാന്റെ ടീസറിലുമുണ്ട്. ഹി ഈസ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രജിത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ വീണ്ടും ആരാധകർക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ടീസർ പൂർണ്ണമായും അബ്രാം ഖുറേഷിയെ കേന്ദ്രീകരിച്ചാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇലുമിനാറ്റിയെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നത്. പലരും പലതരത്തിലാണ് ഇലുമിനാറ്റിക്ക് നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ. ലോകത്തിൽ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇലുമിനാറ്റിയെന്നും അതിൽ ഉൾപ്പെട്ടവരെ ഇലുമിനാറ്റികൾ എന്നാണ് പറയുന്നതെന്നാണ് മുഖ്യമായ ഒരു വാദം. ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇവരെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പണം കൊണ്ടും ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും കാലത്തെയും കാലാവസ്ഥയെപ്പോലും പിടിച്ചുകെട്ടാൻ കഴിവുള്ളവരാണ് ഇലുമിനാറ്റികൾ എന്നാണ് പ്രചരിക്കുന്ന മറ്റു കഥകൾ. ഇവർ ലോകമെങ്ങും പടർന്നു കിടക്കുന്നു എന്നാണ് നിഗൂഢ സിദ്ധാന്തങ്ങൾ പറയുന്നത്. ഇലുമിനാറ്റി ഒരിക്കലും ഒരു സങ്കല്പമല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ വരെ മറികടക്കാനുള്ള തന്ത്രം ഇവർക്കുണ്ട് എന്നാണ് ചിലരുടെ വാദം. എന്തായാലും ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും എമ്പുരാനിൽ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളാണ് കഴിഞ്ഞ ദിവസം ടീസർ റിലീസ് ചെയ്തത്. ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മാർച്ച് 27-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാന്റെ നിർമ്മാണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.